ഹലോ, എല്ലാവർക്കും നിസാനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നൊരു ഹൈദരാബാദി ദം ബിരിയാണിയാണ് തയ്യാറാക്കുന്നത്. പെരുന്നാൾ ആയതുകൊണ്ട് സ്പെഷ്യൽ ബിരിയാണികൾ വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അപ്പം നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്ന ബിരിയാണിയിൽ നിന്നും കുറച്ച് വ്യത്യാസമായിട്ടാണ് ഹൈദരാബാദി ബിരിയാണി തയ്യാറാക്കി എടുക്കുന്നത്. ടേസ്റ്റും അതുപോലെ തന്നെ കുറച്ച് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടും കാണണേ. ഇതിനായിട്ട് ഞാനിവിടെ ഒരു 1/2 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് വലിയ പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാനുണ്ട്. നമുക്ക് മാരിനേഷനായിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എടുത്തിട്ടുണ്ട്. പച്ചമുളക് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് എരിവിനനുസരിച്ച് എടുക്കാവുന്നതാണ്. വെളുത്തുള്ളി വലുതായതുകൊണ്ട് ഞാനിവിടെ ഒരു 4 അല്ലി എടുത്തിട്ടുള്ളൂ. ഇതൊന്ന് പേസ്റ്റ് പോലെ ആക്കി എടുക്കാം. ഒരുപാടങ്ങ് പേസ്റ്റ് പോലെ ആക്കി എടുക്കണ്ട, കുറച്ചൊന്ന് ചതഞ്ഞ പരുവത്തിന് കിട്ടിയാൽ മതി. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 ടീസ്പൂണോളം മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മുളക് പൊടി ഒരു 1/2 ടീസ്പൂണോളെ ചേർക്കുന്നുള്ളൂ. ഹൈദരാബാദി ബിരിയാണിക്ക് മുളക് പൊടി ഒരുപാട് ആവശ്യമില്ല. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണോളം ബിരിയാണി മസാല പൗഡർ, 1/2 ടീസ്പൂണോളം ഗരം മസാലപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. പിന്നെ ഇതിലേക്ക് മല്ലിച്ചീരയും പുതിനയും, പിന്നെ ഒരു 2 ടീസ്പൂണോളം കേർഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല കട്ട തൈരാണ്, ഒരുപാട് പുളിയില്ലാത്ത തൈരാണിത്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂണോളം ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിൽ നെയ്യല്ല ഉപയോഗിക്കുന്നത്, ബട്ടറാണ് ഉപയോഗിക്കുന്നത്. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ബട്ടർ ചേർക്കുമ്പോഴാണ് കുറച്ച് ഡിഫറെൻറ്റ് ടേസ്റ്റ് വരുന്നത്. ഒരു 2 മണിക്കൂറോളം ഇതുപോലെ ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ നല്ലതുപോലെ ഈ മസാലയൊക്കെ ഒന്ന് പിടിച്ച് കിട്ടും. ഇതൊന്ന് മൂടി വെച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിലോട്ട് വെച്ച് കൊടുക്കാം. ഈ സമയത്ത് തന്നെ ഞാനിവിടെ അരി കുതിർത്താനും വെച്ചിട്ടുണ്ട്. നീളനരിയാണ്, ഒരു 1/2 മണിക്കൂറോളം കുതിർത്തണം. ഇനി ഒന്ന് ഒണിയൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. 2 മീഡിയം സൈസിലുള്ള സവോളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതൊന്ന് ഫ്രൈ ആയി കിട്ടട്ടെ. സവോള എല്ലാം നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് കോരി മാറ്റിയിട്ട് ഇതിലേക്ക് നമുക്കൊന്ന് ചിക്കൻ ഇട്ട് വേവിച്ചെടുക്കണം. ഈ എണ്ണയിലേക്ക് തന്നെ ചിക്കൻ ഇട്ട് വേവിച്ചെടുത്താൽ മതി. ചിക്കൻ ആദ്യം ഒരു 5 മിനിറ്റോളം ഈ എണ്ണയിലിട്ട് 2 സൈഡും ഒന്ന് മൊരിയിപ്പിച്ചെടുക്കണം. ഈ ബാക്കിയുള്ള അരപ്പ് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കണം. അത് നമുക്ക് ആവശ്യമുണ്ട്. ചിക്കൻ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് ആദ്യമേ ഇങ്ങനെ ചെയ്യുന്നത്. 5 മിനിറ്റോളം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. തിരിച്ചു മറിച്ചിട്ട് കരിഞ്ഞു പോകരുതും, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചെയ്തെടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് സവോള വാട്ടിയൊന്നുമല്ല ചേർക്കുന്നത്, ഇതുപോലെ ഫ്രൈ ആക്കിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഒരു സൈഡും കൂടെ ഒന്നായതിനു ശേഷം നമുക്കിതിലേക്ക് ബാക്കിയുള്ള ചേരുവകളൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസിലുള്ള തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. ഒരുപാട് പുളിയുള്ള തക്കാളിയല്ല, നല്ല പഴുത്ത തക്കാളി എടുക്കാൻ നോക്കുക ബിരിയാണിയൊക്കെ തയ്യാറാക്കുമ്പോൾ. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഈ തക്കാളിയുടെ പച്ചച്ചുവ മാറിയതിന് ശേഷം നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത ബാക്കിയുള്ള ആ ഒരു അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പാത്രം ഒന്ന് കഴുകി ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, വേറെ വെള്ളമൊന്നും നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നില്ല. ചിക്കനിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളവും ഈ എണ്ണയിലും കിടന്നാണ് ഇത് വെന്ത് കിട്ടേണ്ടത്. ഇനി ഇതൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. പകുതിയോളം വെന്തതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഒണിയൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. എന്താ ചിക്കൻ ഇപ്പോൾ പകുതിയോളം വെന്ത് വന്നിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, വെള്ളം ഒഴിക്കാത്തതുകൊണ്ട്. ഇപ്പോൾ ചിക്കനിൽ നിന്ന് നല്ലതുപോലെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഒണിയൻ കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ഭാഗത്തോളം ചേർത്താൽ മതി. ബാക്കി നമുക്ക് ലാസ്റ്റ് റൈസ് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ ആവശ്യമുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ചിക്കൻ ഇവിടെ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഒരു സൈഡിൽ റൈസ് കൂടെ ഒന്ന് വേവിച്ചെടുക്കാനുണ്ട്. ഈ സമയത്ത് നമുക്ക് റൈസ് വേവിക്കാം. അരി ഞാനൊരു 1/2 മണിക്കൂറോളം കുതിർത്തി എടുത്താണ്. നമ്മളന്ന് മന്തിയും
ഫ്രൈഡ് റൈസും ഒക്കെ ചെയ്തതുപോലെ തന്നെ. ഇനി ഇതിലേക്ക് ഞാനിവിടെ വെള്ളത്തിലേക്ക് സാജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. സാജീരകം മസ്റ്റായിട്ടും ചേർത്ത് കൊടുക്കണം. അതാണ് ഹൈദരാബാദ് ബിരിയാണിക്ക് ടേസ്റ്റ് കൂട്ടുന്നത്. പിന്നെ ഒരു ഏലക്ക പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്, ഒരു പട്ട, 2 ഗ്രാമ്പു, ഒരു ബേ ലീഫ്. ഇനി ഇതിലേക്ക് കുറച്ച് ഓയിൽ കൂടെ ഒഴിച്ചു കൊടുക്കാനുണ്ട്, അരി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. പിന്നെ ഇതിലേക്ക് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ തിളച്ചതിന് ശേഷം നമുക്ക് അരിയിട്ട് കൊടുക്കാം. അരി വറ്റിച്ചെടുക്കുമല്ല ചെയ്യുന്നത്, നമ്മളിത് വേവിച്ചു കോരിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു 1/4 വേവാകുമ്പോഴത്തേക്കും അരി കോരിയെടുക്കുകയാണ് ചെയ്യുന്നത്. 1/4 ഭാഗത്തോളമായിട്ടുണ്ട്, ചോറിപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് കോരിയെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ദമ്മിട്ട് കൊടുക്കാം. ചോറൊരു 1/4 ഭാഗത്തോളം വേവിച്ചെടുത്താൽ മതി. അരമണിക്കൂറോളം നമ്മളിത് ദം ചെയ്യുന്നതാണ്. ചിക്കനും അതുപോലെ 1/4 ഭാഗത്തോളം വേവിച്ചെടുത്താൽ മതി. ഇതിലേക്കൊരു 2 ഏലക്കായ പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്, ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂണോളം ബിരിയാണി മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് സാഫ്രോൺ വെള്ളത്തിൽ കലക്കിയെടുത്തതാണ്. നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി ആണെങ്കിലും യൂസ് ചെയ്യാം, ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ 1 ടീസ്പൂൺ ബട്ടർ കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ചേർക്കുന്നില്ല. ഓൾറെഡി നമ്മുടെ ചിക്കനിൽ നല്ലതുപോലെ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ഓയിലി ആയി പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനിപ്പോൾ ബട്ടറൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. പിന്നെ ഫ്രൈഡ് ഒണിയനും മല്ലിച്ചീരയും പുതിനയും കൂടെ ഇട്ടിട്ട് ഒന്ന് ദം ചെയ്തെടുക്കണം. ഞാനിവിടെ അലുമിനിയം ഫോയിൽ പേപ്പർ വെക്കാൻ മറന്നുപോയി. ഞാൻ പിന്നീട് ഓർത്ത് കഴിഞ്ഞാണ് വെച്ചത്. നമ്മളിവിടെ ഡയറക്റ്റ് തീയിലേക്കല്ല വെക്കുന്നത്, ഇതുപോലൊരു പഴയ പാൻ, ഇത് ഉപയോഗിക്കാത്തൊരു പാനാണ്. ഇത് അടുപ്പത്ത് വെച്ചിട്ട് ഇത് ചൂടായതിന് ശേഷം ഇതിലേക്ക് നമ്മുടെ പാത്രം ഇറക്കി വെച്ച് കൊടുക്കാം. അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. അരമണിക്കൂർ കഴിഞ്ഞ് ഒരു 10 മിനിറ്റും കൂടെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ദം പൊട്ടിക്കാൻ പാടുള്ളൂ. അപ്പോഴേ കറക്റ്റ് ആ ഒരു ഫ്ലേവർ അതിൽ നിൽക്കുകയുള്ളൂ. ഞാൻ പിന്നീടാണ് അലുമിനിയം ഫോയിൽ ഇതിലേക്ക് വെച്ച് കൊടുത്തതും. ഇനി നമുക്കൊന്ന് ദം പൊട്ടിക്കാം. ഇതുപോലെ വെച്ച് കൊടുത്തില്ലെങ്കിൽ ഇതിൻ്റെ ഫ്ലേവർ പുറത്തേക്ക് പോകും. നിങ്ങൾക്ക് മൈദയാണെങ്കിലും വെച്ച് ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാ നല്ലതുപോലെ ഇവിടെ ദമ്മായി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 40 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ദം ചെയ്ത്. 30 മിനിറ്റ്, അത് കഴിഞ്ഞൊരു 10 മിനിറ്റും കൂടെ കഴിഞ്ഞാണ് ഞാൻ ദം പൊട്ടിച്ചെടുത്തത്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ചിക്കനിലെ അരപ്പൊക്കെ ഈ റൈസിലൊക്കെ ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ആ ഫ്ലേവർ ഇതിലേക്ക് കിട്ടണം. ഇനി ഇത് മിക്സ് ചെയ്തിട്ട് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം സെർവ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അപ്പോൾ അതായത് ഇവിടെ നല്ലതുപോലെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. എൻ്റെ ഈ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആ ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ റെസിപ്പി ട്രൈ ചെയ്തതിന് ശേഷം എന്നെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു എപ്പിസോഡിൽ നല്ല നല്ല റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാവുന്നതാണ്. Okay, bye. Thank you.